നമ്മൾ കുറേ നാളായിട്ട് ആകർഷിച്ച കുറേ അധികം സ്ഥലങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന കുറേ അധികം സ്ഥലങ്ങളുണ്ട്. അതെല്ലാം ഒറ്റയടിക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോയി കാണാമെന്നുള്ള ഒരു പരസ്യം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനകത്ത് വളരെയധികം ആകർഷണം തോന്നി. പിന്നെ ഈ ട്രിപ്പിൽ വന്നു, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ 2-3 സജഷൻ പറഞ്ഞു നമുക്ക് ഇന്ന സ്ഥലത്തൂടെ പോയാലോ, നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രസാദേട്ടൻ പറഞ്ഞു അതിനിപ്പോൾ എന്താണ്, നമുക്ക് അവിടെ പോവാം, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ പ്ലാൻ ആൾട്ടർ ചെയ്തിട്ട് അവിടെയും കൂടെ കാണാമെന്ന് പറഞ്ഞു. അതിനകത്ത് വളരെയധികം സന്തോഷമുണ്ട്. കേട്ട് പരിചയിച്ചിട്ടുള്ള ചരിത്രപ്രധാനമായ ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും, അതായത് 15 സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്ന സ്ഥലങ്ങൾ കാണുവാൻ നമുക്ക് അവസരം കിട്ടി. ഈഗോ ട്രിപ്പിന്റെ കൂടെ ഞാൻ 4ാമത്തെ യാത്രയാണ്. വളരെ നല്ല ട്രിപ്പായിരുന്നു. അതുകൊണ്ടാണ് അടിക്കടിക്ക് വരാനുള്ള താല്പര്യം. ടൂറ് നല്ല ടൂറായിരുന്നു. കാരണം 16 ദിവസമായിട്ട് ഇപ്പം നമ്മളൊരു 15 സംസ്ഥാനങ്ങളിലൂടെ, അതുപോലെ തന്നെ ഒരു 10-20ഓളം നദീതടങ്ങളിലൂടെ, ടൗണുകളിലൂടെ എന്നുള്ളൊരു യാത്രയായിരുന്നു. റോഡ് മാർഗമായ യാത്ര ആയതുകൊണ്ട് തന്നെ സ്ഥലങ്ങളെല്ലാം കണ്ടറിഞ്ഞു പോകുന്നതിനുള്ള ഒരു എല്ലാ സ്ഥലങ്ങളും നല്ല തിരഞ്ഞെടുപ്പ് തന്നെ നന്നായിട്ടുണ്ട്. നല്ലൊരു യാത്രയായിരുന്നു. അപ്പം ഒപ്പുള്ള ആൾക്കാരുടെ സഹകരണം ഉണ്ടായിരുന്നു. അതിന്റെ അറേഞ്ച്മെന്റ് എല്ലാം നല്ലൊരു പരിപാടിയാണ്. തീർച്ചയായിട്ടും പറ്റുന്നവരൊക്കെ അങ്ങനത്തെ യാത്രയ്ക്ക് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു ഭാരതം മുഴുവൻ കാണാൻ പറ്റും നമ്മൾ പ്ലെയിനിലോ അല്ലെങ്കിൽ ട്രെയിനിലൊന്നും പോയാലുള്ള പോലെ. അതാണ് ആ ഒരു വ്യത്യാസം. അതാണ് ആ രീതിയിൽ നല്ലൊരു യാത്ര. കൂടുതൽ സ്ഥലങ്ങൾ കാണിക്കാനും ഉള്ള അദ്ദേഹത്തിന്റെ ആ മനസ്സ്, അതിനെ ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. വീണ്ടും ഒരു യാത്രയ്ക്ക് ഇവരുടെ കൂടെ ഞാനുണ്ടാവുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായും ഞാനുണ്ടാവും. എനിക്ക് കാശ്മീരും മറ്റു സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ റോഡ് വഴി പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് സഫലമായി. എൻ്റെ ട്രിപ്പ് നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അവരിൽ നിന്ന് നല്ല സന്തോഷമായി പോയി തിരിച്ചു വന്നുകൊണ്ട് വരികയാണ്. വിചാരിച്ചതിനേക്കാളും നല്ലതുപോലെ ടൂറ് മാനേജ് ചെയ്തിട്ടുണ്ട്. ഈ ടൂറിന്റെ മാനേജറായ പ്രശാന്ത് സാറിനെയും ഈ വെഹിക്കിൾ നയിച്ച പൈലറ്റ് സാക്കറിനെയും നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്രയും വർഷങ്ങളായിട്ട് നമ്മളെല്ലാവരും ഒരു റിട്ടയർമെന്റ് ഏജ് അല്ലെങ്കിൽ വലിയ പ്രായത്തിലായുള്ള ആൾക്കാരാണ്. അപ്പം നമ്മളെല്ലാം ഇങ്ങനെ എന്താ പറയുക, അന്യോന്യം അറിയാനും മനസ്സിലാക്കാനും സ്നേഹിക്കാനും പുതിയൊരു ഫ്രണ്ട്ഷിപ്പ്, ഇതൊരു പുതിയ ഫാമിലി ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതാണ് എന്റെ ചിന്ത. അപ്പൊ അതുപോലെ നമുക്ക് എല്ലാവർക്കും ഇനിയും ഒരുമിച്ച് കാണാനും ഇടയ്ക്കൊന്ന് ഇതേപോലെ ഞാൻ ചിന്തിക്കുന്നത് വെച്ചാൽ ഇങ്ങനെ ട്രിപ്പ് പോകുന്ന ആൾക്കാരെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു ഈവനിങ് എല്ലാം നടത്തിയിട്ട് നല്ലതാണ്. അപ്പം കേൾക്കുന്ന ആൾക്കാർ ആരായാലും ട്രൈ ചെയ്യുക. നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല.